ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രവീസ് ടേസ്റ്റ് ആൻഡ് ട്രാവൽ. ഇന്ന് നമുക്ക് വെറും 10 മിനിറ്റിൽ നല്ല സോഫ്റ്റായ പാൽപ്പൊടി ബർഫി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയിൽ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് നമുക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടാക്കിയെടുക്കണം. നെയ്യ് ഒന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് അടുത്തത് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ അളന്നെടുത്ത് വെച്ച 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഒരു 1/2 കപ്പ് പോലെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് പാൽപ്പൊടി അളന്നെടുത്ത് വെച്ചതാണ്. അതും കൂടെ നമുക്ക് ഈ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നല്ലതുപോലെ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ കട്ടകളൊക്കെ ഉടച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുകിയെടുക്കണം. ഈ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവം വരെ വേണം ഇതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ തീ കുറച്ച് വെച്ചിട്ട് കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 8 മുതൽ 10 മിനിറ്റ് വരെയൊക്കെ ആവും ഇതൊന്ന് നന്നായിട്ട് കുറുകി കിട്ടാനായിട്ട്. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇത് കട്ടയാവാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും തീ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് എക്സ്ട്രാ നെയ്യൊന്നും വേണ്ടി വന്നിട്ടില്ല. നമ്മൾ എടുക്കുന്ന പാനിനനുസരിച്ചിട്ട് ഇതിപ്പോൾ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇപ്പോൾ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവം ആയിട്ടുണ്ട്. ഈ പരുവം ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഇതേപോലെ നെയ്യ് തടവി വെച്ച ഒരു പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. മേൽഭാഗമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സും കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പം കാഷ്യൂ നട്ട്, പിസ്ത, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ് ആയിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നട്ട്സും കൂടെ ഇട്ട് ഇതൊന്ന് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ആറി ഇതൊന്ന് സെറ്റായി കിട്ടുന്നിടം വരെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാലും ഇതൊന്ന് പെട്ടെന്ന് സെറ്റായി കിട്ടും. ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പാർച്ച്മെൻറ്റ് പേപ്പറോ ബട്ടർ പേപ്പറോ ഒന്നും ഇടാതെയാണ് സെറ്റ് ചെയ്താൽ ഇതൊന്ന് ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂട് തട്ടിച്ചു കൊടുക്കുക. ഇതേപോലത്തെ പാത്രമൊക്കെ ആണെങ്കിൽ ഒന്ന് മൈക്രോവേവിൽ വെച്ച് ഒന്ന് ഒരു 10 സെക്കൻഡ് ചൂടാക്കിയാൽ തന്നെ പെട്ടെന്ന് വിട്ടു വന്നോളും. ഇപ്പോൾ ഇതാ ചൂടൊക്കെ ആറി നന്നായിട്ട് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇൻസ്റ്റൻറ്റ് മിൽക്ക് പൗഡർ ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക.